ഓക്കെ ഗേസ്, ഇവിടെ ഇപ്പം എൻ്റെ കയ്യിലേ 2 കാറുണ്ട്. ഈ 2 കാറും ഏതാന്ന് കുറേ പേർക്ക് മനസ്സിലായിണ്ടാവും. ഒരെണ്ണം മഹീന്ദ്ര താറും മറ്റേത് ലാൻഡ് റോവർ ഡിഫൻഡറും. ഞാനിപ്പോൾ ആലോചിക്കണതേ ഈ 2 കാറും പെടയിട്ട് മോഡിഫൈ ചെയ്തല്ലോന്ന്. നമുക്കപ്പോൾ ഈ 2 കാറും മോഡിഫൈ ചെയ്യാം. നമുക്ക് പിന്നെ ഈ കാറിലെ വാൾപേപ്പർ ഒട്ടിക്കാം. ആക്ച്വലി വാൾപേപ്പർ ഒട്ടിക്കണത് ഇല്ലീഗലാണ്. MBD സമ്മതിക്കില്ല. MBD കണ്ടാലേ പണിപ്പാളും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈ വണ്ടികൾക്ക് വാൾപേപ്പർ ഒട്ടിക്കാം. പിന്നെ ഇതിൻ്റെ അലോയ്സും മാറ്റാം. അപ്പം നമ്മുടെ വണ്ടി കാണാനേ നൈസാവും. ഞാനപ്പോൾ അങ്ങനെ ചെയ്യാൻ പോവാ. ഇവിടെ പിന്നെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. നമുക്ക് ആ വർക്ക്ഷോപ്പിലേക്ക് പോവാം. അത് പിന്നെ എൻ്റെ പരിചയമുള്ള ആളാ. അയാൾ ഈ വണ്ടികൾ പെടയായിട്ട് മോഡിഫൈ ചെയ്യേ. അയാൾ എനിക്ക് ഡിസ്കൗണ്ട് തരും. അതുകൊണ്ട് അധികം പൈസ ചിലവാക്കണ്ട. എന്തെങ്കിലും ആട്ടെ, നമ്മളങ്ങനെ ആ വർക്ക്ഷോപ്പിൽ വന്നേക്കാ. ഇതാണ് ഞാൻ പറഞ്ഞ വർക്ക്ഷോപ്പ്. ഹലോ ചേട്ടാ, അതെ എൻ്റെ ഈ കാണുന്ന താറില്ലേ, അതൊന്ന് പെടയായിട്ട് മോഡിഫൈ ചെയ്യണം. ആദ്യം ആ വണ്ടിയുടെ അലോയ്സ് മാറ്റണം. പിന്നെ അതിൽ വാൾപേപ്പർ ഒട്ടിക്കണം, റാപ്പ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ആ സാറേ, അതിനിപ്പോൾ എന്താ, നമുക്ക് റാപ്പ് ചെയ്യാലോ. ഞാൻ സാറിനെ കുറച്ച് ഡിസൈൻസ് വാട്സപ്പിൽ അയച്ചു തരാം. ഒന്ന് നോക്കി നോക്ക്. അതിൽ ഇഷ്ടമുള്ള ഒരു ഡിസൈൻ സെലക്ട് ചെയ്യ്. ആണോ? ഞാനൊന്ന് നോക്കി നോക്കട്ടെ. ഗൈസ്, ഇതുണ്ടില്ലേ, അയാൾ എനിക്ക് കുറച്ച് ഡിസൈൻസ് അയച്ചെന്നു. ഇതിൽ 6 ഡിസൈൻസ് ഉണ്ട്. ഇതിലിപ്പോൾ ഏതാ സെലക്ട് ചെയ്യുക? അതിൽ ആദ്യത്തെ ഡിസൈൻ ഇല്ലേ, അത് മിലിറ്ററിയുടെ ഡിസൈനാ. അത് നൈസായി കേട്ടാ. അത് പക്ഷേ ഭയങ്കര എക്സ്പെൻസീവാ. ഇതിൽ വേറെ ഏത് ഡിസൈനാണ് സെലക്ട് ചെയ്യുക? ഈ 4ാമത്തെ ഡിസൈൻ ഇല്ലേ, ആ നീലയും പിങ്കും കറുപ്പും വെള്ളയുള്ളത്, ആ ഡിസൈൻ കുഴപ്പമില്ല. നമുക്കപ്പോൾ അതങ്ങ് സെലക്ട് ചെയ്യാം. ചേട്ടാ, അതെ ഈ 4ാമത്തെ ഡിസൈൻ മതി. ആണോ? എന്നാൽ ശരി, 4ാമത്തെ ഡിസൈന് അതിൽ റാപ്പ് ചെയ്യാം. അതിനിപ്പോൾ ഏകദേശം 1,00,000 രൂപ ചിലവാവും. 1,00,000 രൂപയാ? ചേട്ടാ, അതിച്ചിരി അധികമല്ലേ? ഒരു ചെറിയ ഡിസ്കൗണ്ട് കിട്ടോ? ഡിസ്കൗണ്ടാ? ഞാനങ്ങനെ ആർക്കും ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കാറില്ല. ആ സാറ് പിന്നെ എൻ്റെ പരിചയമുള്ള ആളല്ലേ, അതുകൊണ്ട് ഒരു ചെറിയ ഡിസ്കൗണ്ട് തരാം. 50% ഡിസ്കൗണ്ട് തരാം. പക്ഷേ ഒരു കണ്ടീഷൻ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും സബും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് തരാം. ആണോ? എന്നാൽ ശരി. ഗൈസ്, അതെ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ചേട്ടാ, അതെ ലൈക്കും സബും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ പിന്നെ വണ്ടിയിൽ അലോയ്സ് മാറ്റണം കേട്ടാ. ഒരു നീല കളർ അലോയ്സ് കൊടുത്തോ? ആ സാറേ, എല്ലാം സെറ്റാക്കാം. സാറ് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യ്. 1 hour later. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ വർക്കൊക്കെ അങ്ങനെ കഴിഞ്ഞേക്കാൻ കേട്ടാ. എന്നാലും ഇതെൻ്റെ താറാണോ? കണ്ടിട്ട് തോന്നണില്ല ഏട്ടാ. അവന്മാരെ ഈ വണ്ടി പെടയായിട്ട് മോഡിഫൈ ചെയ്തു. വണ്ടിയിൽ നീല കളർ അലോയ്സും വെച്ചു. അതുകൊണ്ട് ഇത് കാണാൻ നൈസായിട്ടുണ്ട്, ഒരു രക്ഷയുമില്ല. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്കേ നേരെ വീട്ടിലേക്ക് പോവാം. പോണ വഴിക്ക് MBD പിടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇല്ലീഗലാണ്. MBD പിടിച്ച ഫൈൻ അടിച്ച് പോവാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. ഈ താറ് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അതെ, ഞാൻ ആലോചിക്കണതേ ആ ഡിഫൻഡറും കൂടി മോഡിഫൈ ചെയ്താലോന്ന്. ഡിഫൻഡറിലും നമുക്ക് ഇതേ ഡിസൈൻ വയ്ക്കാം. ഇതേ ഡിസൈൻ, ഇതേ അലോയ്സ്, രണ്ടിലും സെയിം ആക്കാം. ഡിഫൻഡറിലാകുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവുണ്ടാ. ഡിഫൻഡർ ഇച്ചിരി വലിയ വണ്ടിയാണ്. എന്നാലും കുഴപ്പമില്ല, രണ്ടിലും സെയിം ഡിസൈൻ കൊടുക്കാം. 2 hours later. ഓക്കെ, അങ്ങനെ നമ്മൾ ഡിഫൻഡറും കൂടി മോഡിഫൈ ചെയ്തുട്ടാ. ഡിഫൻഡറിലും നമ്മൾ സെയിം ഡിസൈനും സെയിം അലോയ്സും കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താണാവോ, ഡിഫൻഡർ മോഡിഫൈ ചെയ്യാനേ അവർ കുറച്ച് പൈസ എക്സ്ട്രാ മേടിച്ചു. അതെന്താന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. എന്തൊട്ടായാലും കുഴപ്പമില്ല, നമ്മുടെ ഡിഫൻഡർ കാണാനേ ഇപ്പം നൈസായിട്ടുണ്ട്, ഒരു രക്ഷയുമില്ല. ഓക്കെ, ആ വണ്ടി നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം. നമ്മുടെ 2 വണ്ടിയും അങ്ങനെ പെടയായിട്ട് മോഡിഫൈ ചെയ്തു. ഇതിലിപ്പോൾ താറ് കാണാനാണ് കുറച്ചുകൂടി ഭംഗി. താറിൻ്റെ ഫ്രണ്ടിലെ ബ്ലാക്ക് കളറിൽ വരുന്നുണ്ട്, ഡിഫൻഡറിൻ്റെ ഫ്രണ്ടിൽ ബ്ലൂ കളറിലാ.
ഇതിൽ താറ് കാണാനാണ് കുറച്ചുകൂടി ഭംഗി. ഡിഫൻഡർ മോശമെന്നല്ല പറയണേ, ഡിഫൻഡറും നൈസായുണ്ട്. എന്തെങ്കിലും ആവട്ടെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.